കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് കയറും. അവർ തളർന്നു പോകില്ല, അവർ വീണു പോകില്ല. തളർന്നു പോകാതെയും വീണു പോകാതെയും അവർ മുന്നേറും എന്ന് യെശയ്യാവിൽ പറയുന്നു. കാത്തിരിക്കുന്നവർ, കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് തളരാൻ കഴിയില്ല, ക്ഷീണിക്കാൻ കഴിയില്ല. അവർ കുതിക്കും കഴുകനെ പോലെ. അതിൻ്റെ അർത്ഥം ആർക്കും എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങളിലെത്തുന്ന ഒരു ജീവിയാണ്, ഒരു പക്ഷിയാണ്. പക്ഷികളുടെ രാജാവാണ് കഴുകൻ. കഴുകനോടാണ് കർത്താവിനെ കാത്തിരിക്കുന്നവരെ ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ കാത്തിരിക്കുന്നവർ ഇന്ന് ഭൂമിയിലുള്ള സകലരേക്കാൾ മുകളിലായിരിക്കും എന്നുള്ളതിൻ്റെ തെളിവല്ലേ യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, യെശയ്യാവ് 40:28 മുതൽ വായിക്കുമ്പോൾ, നീ അറിഞ്ഞിട്ടില്ലേ ഈ ദൈവം നിത്യദൈവമാണ്. അവൻ ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തിയും ബലവും നൽകുന്നു. ബാല്യക്കാർ ഇടറി വീഴും, യൗവനക്കാർ തളർന്നു വീഴും. എന്താ ഇങ്ങനെ പറഞ്ഞത്? ഒളിമ്പിക്സിൽ ചെന്നാൽ, ഏത് ഗെയിംസിൽ ചെന്നാലും കാണുന്നത് ചെറുപ്പക്കാരെയാണ്. ഒരു 35 വയസ്സിനുള്ളിൽ എല്ലാവരും വിരമിക്കും. സ്പോർട്സിൽ നിന്ന് തന്നെ ചിലരേ ഉള്ളൂ 40 വയസ്സ് വരെയൊക്കെ നിൽക്കുന്ന, ക്രിക്കറ്റ് പോലെ ചില കാര്യങ്ങളിൽ. എന്നാൽ ഒളിമ്പിക്സിലൊക്കെ നേരത്തെ സ്റ്റാൻഡ് വിട്ടു പോകും. കാരണം ഒപ്പത്തിനൊപ്പം പിടിക്കാൻ പറ്റില്ല. പിന്നെയും ചില ഗെയിമുകളിൽ 40 വയസ്സും 45 വയസ്സ് വരെയൊക്കെ പോയവരുണ്ട്. അവരെല്ലാം നമുക്ക് യൗവനക്കാരെ ലിസ്റ്റിൽ പെടുത്താം. യൗവനക്കാർ ക്ഷീണിക്കും. എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്നവരുടെ പ്രത്യേകത, അവർ കാത്തിരിക്കാൻ തുടങ്ങിയത് ചിലപ്പോൾ 60-ാമത്തെ വയസ്സിലായിരിക്കും യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് വന്നത്. അന്നു മുതലാണ് അവരുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരുന്നത്. എന്ന് ആരംഭിച്ചു എന്നുള്ളതല്ല, അപ്പോൾ തന്നെ ബൈബിളിൽ പറയുന്നുണ്ട്, നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്കുക. നമുക്ക് യൗവന പ്രായത്തിൽ യേശുവിനെ അറിയാൻ കഴിയാതെ പോയത് പലർക്കും ഒരു സങ്കടമായിരിക്കും. സാരമില്ല. എന്നാൽ എന്ന് യേശുവിനെ അറിഞ്ഞു, അന്ന് പുതിയ ഒരു ശിശുവായിട്ട് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. പിന്നീട് നമുക്ക് അങ്ങോട്ട് ഒരു വളർച്ച യൗവനമാണ്. എല്ലാവർക്കും 60, 70, 80 വയസ്സിൽ രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം യൗവനമുണ്ട്. വിശ്വസിക്കുക. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി ആരും എത്തിച്ചേരാത്ത ഉയരങ്ങളിലെത്തും എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ധൈര്യപ്പെടുക. നിങ്ങളുടെ പ്രായം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ശരീരത്തിലുള്ള രോഗമോർത്ത് ഭാരപ്പെടേണ്ട. സെക്കൻഡുകൾക്കുള്ളിൽ കർത്താവ് അതെല്ലാം മാറ്റിമറിക്കും. പുതിയ നന്മകൾ കൊണ്ട് നിറയ്ക്കും. യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം നമ്മുടെ നാവിനെ, വായെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നത്. അപ്പോൾ അത് വാ മുഴുവനും വിശ്വാസം കൊണ്ട് നിറക്കും. അപ്പോഴാണ് ഈ യൗവനം കഴുകനെ പോലെ പുതിയ വരുന്നത്. ഞാൻ ഈ രാവിലെ ഇരുന്ന് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകണമെങ്കിൽ എൻ്റെ വായിൽ എപ്പോഴും ദൈവത്തിൻ്റെ സ്തുതിയും വിശ്വാസവും കൊണ്ട് നിറയ്ക്കണം. വാസ്തവത്തിൽ ഈ ജീസസ് സേവരിയുടെ 100 കണക്കിന് എപ്പിസോഡുകൾ ഇങ്ങനെ എടുക്കാനായിട്ട് എന്തോ ഒരു സ്ട്രഗിളാണ്. എന്നാൽ ഇത് പറയുമ്പോഴുണ്ടാകുന്ന ഒരു അനുഗ്രഹം ആൾക്കാർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ, ഞാനും എൻ്റെ കുടുംബവും, ഞങ്ങൾ കുറച്ച് സഹോദരങ്ങൾ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കാരണം എന്താണ്? ഞാൻ സംസാരിക്കുന്നു, എൻ്റെ കൂടെ കുറേ കുഞ്ഞുങ്ങൾ ഇതിനെ എഡിറ്റ് ചെയ്യുന്നു, അവരിത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും കൂലി ഒരുപോലെയാണ്. ഇതൊരു വലിയ പദവിയാണ്. നിത്യതയിൽ ചെല്ലുമ്പോൾ ജീസസ് എവരിഡേ എന്ന ഈ പ്രോഗ്രാമിന് പ്രത്യേക അവാർഡ് വരെയും കിട്ടും. ഭൂമിയിൽ ആരും തന്നില്ലേലും. കാരണം യേശുവിനെ എല്ലാ ദിവസവും അറിയിക്കുവാൻ ഞങ്ങൾക്ക് കിട്ടിയ ഈ പദവി. ഇതിനോട് ചേർന്ന് നിൽക്കുന്നവർക്കായി സ്തോത്രം. ഇതിനുവേണ്ടി സാമ്പത്തികമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രി ആരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടത്തേക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് വാങ്ങാൻ, ഒരു ക്യാമറ വാങ്ങാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇനി അത് ചെയ്യുന്നുണ്ടോ? നിങ്ങളെല്ലാം സ്വർഗം ഓർക്കും. നിത്യതയ്ക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് കൂടുതൽ ശക്തിയും കൃപയും തരട്ടെ. നമുക്ക് അല്പസമയം ചേർന്ന് പാടി യേശു കർത്താവിനെ ആരാധിക്കാം. പരമപിതാവിന് സ്തുതി പാട
ജീവനെ നൽകിയവൻ, പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകിലവും നീക്കിടുന്നു. പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകിലവും നീക്കിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ, സ്വന്തരത്വം നമുക്കേകിയതാ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ, സ്വന്തരത്വം നമുക്കേകിയതാ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയമേകിയവൻ, നിത്യമം ജീവനെ നൽകിടുന്നു. ആഹാരപാനീയമേകിയവൻ, നിത്യമം ജീവനെ നൽകിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വായിച്ചു നമ്മെ, നീലം പരിചായി നാം നശിച്ചിടാതെ. ചിറകുകൾ അതിന്മേൽ വായിച്ചു നമ്മെ, നീലം പരിചായി നാം നശിച്ചിടാതെ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവാ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവാ. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവായി. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവായി. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. 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 യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ തുടരുകയാണ്. ആ അധ്യായം മുഴുവൻ പറയുന്നത്, ഞാൻ ഇടയനാണ്, നിങ്ങൾ എൻ്റെ ആടുകളാണ്, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കും. ഇത് തന്നെ യേശു പറയുമ്പോൾ ഒരു കൂട്ടര് ഭയങ്കര വട്ടമുടക്കി. നീ ഒരു വാതിലുമല്ല, നീ ഒരു വഴിയുമല്ല, നിനക്ക് ഭ്രാന്താണ്, നിനക്ക് ഭൂതമാണ്. ഒരു കൂട്ടരെ എതിരായി. ഭൂതങ്ങൾക്ക് കുരുട്ട് കണ്ണ് തുറക്കാൻ കഴിയില്ലല്ലോ,
അപ്പോൾ യേശു 9-ാമത്തെ അധ്യായത്തിൽ കണ്ണ് തുറന്നതിൻ്റെ വഴക്ക് നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ശരിയായിട്ടൊരു കാഴ്ചപ്പാട് കിട്ടിയാൽ പിന്നെ അന്ന് മുതൽ ആ വ്യക്തി വീട്ടിൽ നിന്ന് ഔട്ടാ. ഇരുട്ടിൽ നടന്നാൽ എല്ലാവരും അംഗീകരിക്കും. നാട് പോകുന്നത് പോലെ തപ്പിത്തടഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് പോയാൽ കുഴപ്പമില്ല. ഒരെണ്ണത്തിൻ്റെ കണ്ണ് തുറന്നാൽ അതാണ് വിഷയം. യേശു ഒരുവൻ്റെ കണ്ണ് തുറന്നു. വഴിയറമ്പത്ത് ഇരുന്നേച്ച ഒരുത്തൻ്റെ കണ്ണിൽ ചേറ് തേച്ചിട്ട് ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. 9-ാം അധ്യായത്തിൽ. അന്ന് തുടങ്ങിയ വഴക്കാണ് ഈ നടക്കുന്നത്. എന്തുകൊണ്ടാണ് പലരും കർത്താവിൻ്റെ വേലയിലോട്ട് മുന്നോട്ട് വരാത്തത്? കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് കയറി വരുമ്പോൾ വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ ചീത്തവിളിയാണ് മിക്കവാറും നമ്മൾ ഈ ചാനലുകളിലെല്ലാം കാണുന്നത്. വെറുതെ വചനവും പറഞ്ഞു പോകുന്നതിന് വലിയ വിഷയമില്ല. ഒരു പ്രവാചകൻ എഴുന്നേറ്റാൽ അവനെ അത് ശരിയല്ല, കള്ളമാണെന്നും പറഞ്ഞാൽ ഒരു രോഗസൗഖ്യം നടന്നാൽ അത് രോഗസൗഖ്യമല്ല, അത് പൊടിയിട്ടതാണെന്ന്. ഇതാര്? ലോകമല്ല പറയുന്നത്. പാവങ്ങൾക്ക് അത് പറയാൻ പോലും അറിയില്ല. അവർക്ക് അറിയാവുന്നത് നന്നായിട്ട് കള്ളു കുടിച്ച് ചെയ്യാവുന്നതൊക്കെ ചെയ്യുകയാണ്. ഇതങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ഇതിനെല്ലാം എതിരായിട്ട് തിരിയുന്നത്. ഇതൊരു ഭയങ്കര പ്രതിഭാസമാണ്. ഒരാൾ ആത്മാവിലൊന്ന് കയറി വരാമോ? യേശു ഒരുത്തൻ്റെ കണ്ണ് തുറന്നു. നമ്മൾ ആരുടെങ്കിലും കണ്ണ് തുറന്നാൽ, നമ്മൾ മുഖാന്തരം ആർക്കെങ്കിലും ഒരു കാഴ്ച കിട്ടിയാൽ, ആരെങ്കിലും വിശ്വാസത്തിലോട്ട് ചുവട് വെച്ചാൽ, അന്ന് മുതൽ ഒത്തിരി കല്ലുകൾ നമുക്കെതിരെ വരാം. എന്നാൽ നമ്മൾ സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവനെന്ന് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നമ്മൾ ചെയ്തത് നേരാണെങ്കിൽ 1 സെന്റിമീറ്റർ പോലെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കണം. വീണ്ടും സത്യത്തിൽ തുടരണം. സത്യം അരക്ക് കെട്ടി നിൽക്കണം. അതാണ് ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ ദൈവം നമുക്ക് തന്ന അരക്ക്. സത്യം കെട്ടണം. നീതി എന്ന കവചം ധരിക്കണം. അതാണ് എഫേസ്യർ 6:10 മുതൽ വായിക്കുമ്പോൾ. ദുർദിവസങ്ങൾ എതിർക്കണം. യേശു അതാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ ദുർദിവസമാണിത്. യേശു ഒരു രോഗിയെ സൗഖ്യമാക്കിയതിൻ്റെ വിഷയം. ഇവ 2 ചേരിയായിട്ട് തിരിഞ്ഞു. അതാണ് നമ്മൾ 21-ാം വാക്യത്തിൽ വായിച്ചത്. 22 യോഹന്നാൻ 10:22. അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. ഏത് ഉത്സവമുണ്ടോ, ഏത് പെരുന്നാളുണ്ടോ, യേശു അവിടെ എത്തിയിരിക്കും. കാരണം ഉത്സവങ്ങൾ ആരംഭിച്ചവനാണ് കർത്താവ്. എന്താണ് ഉത്സവങ്ങൾ? എന്താണ് പെരുന്നാളുകൾ? എങ്ങനെയാണ് ഉത്സവങ്ങളും പെരുന്നാളും ഉണ്ടായത്? ദൈവം അവർക്ക് കൊടുത്ത രക്ഷ, വിടുതൽ, സൗഖ്യം, സമൃദ്ധി, ഇതിൻ്റെ എല്ലാം ഓർമ്മയ്ക്ക് ചെയ്യുന്നതാണ്. ഓർമ്മ പെരുന്നാളുകളാണ്. കൂടാര പെരുന്നാൾ. ഞങ്ങളുടെ പിതാക്കന്മാർ കൂടാരത്തിൽ പാർത്തിരുന്നു. ഒരാൾ ബലഹീനനായിരുന്നില്ല, ഒരാൾ രോഗിയായിരുന്നില്ല. എല്ലാ ദിവസവും ഞങ്ങൾക്ക് മന്ന കിട്ടി. ഞങ്ങൾ പാറയിൽ നിന്ന് കുടിച്ചു. 40 വർഷം ഞങ്ങൾക്കൊന്നിനും കുറവില്ലായിരുന്നു. കനാൻ ദേശത്ത് ചെന്ന് വിളവ് അനുവദിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് മന്ന നിന്നത്. മന്ന ഞങ്ങളുടെ പുറകെ വന്നു. ഈ ഓർമ്മകളാണ് കൂടാര പെരുന്നാൾ. പെസഹ പെരുന്നാൾ എന്താണ്? അത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഒരു രാത്രി പുറപ്പെട്ടതാണ്. അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. പുളിപ്പുള്ള അപ്പം ആണെങ്കിൽ തിന്നാൻ രസമാണ്. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് സ്മൂത്തായിട്ടില്ല, സോഫ്റ്റ് ആയിട്ടില്ല. അത് തിന്നണം. പുളിപ്പില്ലാത്ത അപ്പം. ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയണോ? എന്താണ്? ഓർമ്മ പെരുന്നാളാണ് പെസഹ. കട്ടളപ്പടിമേൽ കുറുമ്പടിമേലും ആടിൻ്റെ രക്തം പുരട്ടിയ കുടുംബങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് പുറത്തു വന്ന ആ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ പെരുന്നാളുകളിൽ പെരുന്നാൾ സ്ഥാപിച്ചവൻ ദേവാലയത്തിൽ ഇങ്ങനെ ശലോമോന്റെ മണ്ഡപത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്താണ്? ഒരവസരത്തിന് വേണ്ടി, ഈ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. നിങ്ങൾ എനിക്കൊരാലയം പണിയണമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ശലോമോൻ പണിത സ്ഥലം, ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ആ സ്ഥലത്ത്
എവിടെ വചനം വെളിപ്പെട്ടുവോ ആ സ്ഥലത്ത് വചന ജഡമായി തീർന്ന് അവിടെ നടന്നുകൊണ്ടിരുന്നു. എന്തിനാണ് യേശു അവിടെ നടക്കുന്നത്? അവിടെ വരുന്നവരെയെല്ലാം ദേവാലയങ്ങളാക്കി മാറ്റാനാണ് കർത്താവ് അവിടെ നടക്കുന്നത്. ഈ ദേവാലയം പുതുക്കാനോ ഈ ദേവാലയത്തെ നിലനിർത്താനോ അല്ല യേശുവിൻ്റെ ജോലി. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് എന്ത് നല്ല പണിയാണ്, എത്ര മനോഹരമായ പണിയാണ് അവിടെ നടക്കുന്നത്, എത്ര നല്ല ദേവാലയമാണ്. യേശു പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. കാരണം ദൈവം കൈപ്പണിയായതിൽ വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ശലോമോൻ പ്രതിഷ്ഠയുടെ അന്ന് പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം പണിത് ശലോമോന് പോലും അറിയാം ഈ ദൈവം ദേവാലയങ്ങളിൽ ഒതുങ്ങുന്നവനല്ല. എന്നാൽ ഈ ദൈവം വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളായി. കൊലോസ്യർ 1:29 വായിക്കുന്ന പോലെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലൊക്കെ കാണുന്ന പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? എത്ര വലിയ പദവിയാണ്! ദേവാലയത്തിൽ അവൻ നടന്നുകൊണ്ടിരുന്നു. ഇതാ നമ്മുടെ കർത്താവ് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു. അവിടെ യേശുവിന് ഇരിക്കുവാൻ പ്രത്യേകമായൊരു സ്ഥലം അവർ കൊടുത്തില്ല. കാരണം അവിടെ മഹാപുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരുമായ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെയുണ്ട്. യേശുവിന് ആ ദേവാലയത്തിൽ വലിയ സ്ഥാനങ്ങളൊന്നുമില്ല. എന്നാൽ ഈ മന്ദിരത്തിൽ, ഈ ദേവാലയത്തിൽ ദൈവം കൈപ്പണിയായി ഉണ്ടാക്കിയത്, ദൈവത്തിൻ്റെ കൈപ്പണിയായ, ദൈവത്തിൻ്റെ അളവിലുണ്ടാക്കിയ ഈ മന്ദിരത്തിനകത്ത് യേശുവിനെ നടക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ എന്നേക്കും വസിക്കുവാൻ നാം യേശുവിനെ അനുവദിച്ചു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ 3:20 ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ശബ്ദം കേൾക്കുക. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, എന്നിട്ട് വാതിൽ തുറക്കും. അപ്പോൾ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോട് അവൻ എന്നോട് കൂടെ അത്താഴം കഴിയും. കൂട്ടായ്മ, ഒരുമിച്ചുള്ള കൂട്ടായ്മ, യേശുവുമായിട്ട് ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മ നമ്മുടെ ജീവിതത്തെ എത്ര ധന്യമാക്കി തീർക്കും. നമുക്ക് ഈ ഭാഗം ഒന്ന് ചിന്തിക്കാം. യേശു അവിടെ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കും? നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നെക്കുറിച്ച് എനിക്ക് സാക്ഷ്യം ആകുന്നു. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറക്കുകയുമില്ല. അവരെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയും. യേശുവിനോട് ചോദിച്ചു, നീ ക്രിസ്തുവാണോ? അതിന് യേശു ഒറ്റ വാക്കിൽ ഇത്രയും കാര്യം പറഞ്ഞു. എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് അംഗീകരിക്കില്ല. എന്നാൽ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കും. എൻ്റെ കയ്യിൽ നിന്ന് ഈ ആടുകളെ പിടിച്ചു പറിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതല്ലേ നമ്മൾ കാണുന്നത്. പത്രോസിനെയോ യോഹന്നാനെയോ ഈ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞ് അവരെ വിശ്വാസത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കാൻ ഭീഷണിപ്പെടുത്തിയില്ലേ? അവർ പേടിച്ചോ? ഇല്ല. അവർ പോയി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ അവരുടെ ഭീഷണിയെ നോക്കണമേ. 2-ാം സങ്കീർത്തനമൊക്കെ പറഞ്ഞുകൊണ്ട് ജാതികൾ കലഹിക്കുന്നതൊക്കെ എന്തുകൊണ്ട് കർത്താവ്? നിന്റെ വചന ശക്തിയോടെ പറയാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഇനിയും തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി എന്ന് വായിക്കും. ആ പ്രാർത്ഥന ദേശത്തെ തന്നെ കുലുക്കിക്കളഞ്ഞു. പ്രാർത്ഥന വളരെ കുലുക്കങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനകളിലുള്ള പ്രത്യാശ ഒരിക്കലും
കുറയരുത്. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. കഴിഞ്ഞ ദിവസം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ, അദ്ദേഹം പറഞ്ഞു, VJ ട്രാവൻ എന്ന പേര്. അദ്ദേഹം ഒരു വലിയ വർഷിപ്പ് ലീഡറാണ്, നല്ല പാട്ടുകാരനാണ്, മ്യൂസീഷ്യനാണ്, ഗാനരചയിതാവാണ്, അപ്പോൾ തന്നെ നല്ല ദൈവിക വചന വെളിപ്പാടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരേ സമയത്ത് ഒരാൾക്ക് 14,000 ശബ്ദം കേൾക്കാൻ കഴിയും ഒരേ സമയത്ത്. ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ നടക്കുന്ന പലതും ഞാൻ കേൾക്കുന്നുണ്ട്. പല ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാം. ഇവിടുത്തെ AC-യുടെ ശബ്ദമുണ്ട്, ഇവിടുത്തെ ലൈറ്റിനൊരു പ്രത്യേക സ്വരമുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ കൂടെ ഉള്ളവർ അവരുടെ ചെറിയ അടക്കം പറച്ചിലൊക്കെ എനിക്ക് കേൾക്കാം. ഒന്നും വ്യക്തമല്ലെങ്കിലും ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാം. മറ്റു പല ശബ്ദങ്ങളുമുണ്ട്. വെളിയിൽ വലിയ കാറ്റുകൾ അടിക്കുന്നതൊക്കെ ഇടക്ക് കേൾക്കും. ഇടക്ക് തിരമാല, ഇത് തീരദേശത്തിൻ്റെ അടുത്തായതുകൊണ്ട് 1.5 കിലോമീറ്റർ ഉള്ളു, തിരമാലകൾ ഒടിയുന്ന സ്വരം, കരയിൽ വന്ന് ഇടിക്കുന്ന, കല്ലുകളിൽ ഇടിക്കുന്ന സ്വരം കേൾക്കാം. ഇടിമിന്നലുകൾ കേൾക്കാം, പടക്കം പൊട്ടുന്നത് കേൾക്കാം, പല കാര്യങ്ങൾ കേൾക്കാം. 14,000 ശബ്ദം ഒരേ സമയത്ത് കേൾക്കാൻ കഴിയും. ചോദ്യം ഇതാണ്, ഇതിനിടയിൽ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ 14,000 സ്വരങ്ങൾക്കിടയിൽ നീ എന്തിനെയാണ് ശ്രദ്ധിക്കുന്നത്? 14,000ത്തെയും മറന്നിട്ട് യേശുവിൻ്റെ സ്വരത്തെ തിരിച്ചു പിടിക്കാൻ, തിരിച്ചറിഞ്ഞ് അതിനെ ഗ്രഹിക്കാൻ, ആ ധ്യാനത്തിലേക്ക് വരാൻ കഴിയുന്നത് അസാധാരണമായിട്ടുള്ളൊരു ദൈവകൃപയാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, ഞാൻ അവർക്ക് നിത്യജീവനെ കൊടുക്കും. എൻ്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചു പറിക്കാൻ കഴിയില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരെ പിടിച്ചു പറിക്കാൻ ശൗല് മഹാപുരോഹിതന്മാരുടെ കുറേ സർട്ടിഫിക്കറ്റുകളും ലൈസൻസും എല്ലാം സ്വന്തമാക്കി. എന്നിട്ടും ക്രിസ്ത്യാനികളെ, ആ കാലത്തുള്ള ദൈവമക്കളെ ഇല്ലാതെയാക്കാൻ ലോകത്തിന് കഴിഞ്ഞില്ല, പിശാചിന് കഴിഞ്ഞില്ല, പിശാചിൻ്റെ ഏജന്റുകൾക്ക് കഴിഞ്ഞില്ല. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ആടുകളെ പിടിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല. കാരണം എനിക്ക് ഈ ആടുകളെ തന്ന എൻ്റെ പിതാവ് എന്നേക്കാൾ ബലവാൻ. എൻ്റെ പിതാവ് അത്രേ എനിക്ക് ഈ ആടുകളെ തന്നത്. അപ്പോൾ ഒരു ദൈവദാസൻ എന്ന നിലയിലോ ദൈവമക്കൾ എന്ന നിലയിലോ നിങ്ങൾ അറിയണം, നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ഓരോ വ്യക്തികളും പിതാവിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആടുകളാണ്. അവയെ പുത്രൻ്റെ കയ്യിൽ കൊടുക്കുന്നു. പുത്രൻ അത് നമ്മുടെ കയ്യിൽ തന്നതാണ്. നമ്മൾ ആ ആടുകളെ വളരെയധികം നന്നായി സൂക്ഷിക്കണം. എൻ്റെ പിതാവ് എത്ര ശക്തനാണ്! എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളോ എൻ്റെ ആടിൻ്റെ കൂട്ടത്തിലുള്ളവരേ അല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ സ്വരം കേൾക്കാൻ കഴിയാത്തത്. അപ്പോൾ സ്വരം കേൾക്കുക, ദൈവവചനത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നത് അതൊരു പ്രത്യേക ദൈവകൃപയാണ്. എൻ്റെ ആടുകൾക്ക് അത് കേൾക്കാൻ കഴിയും. എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കും. ഞാനും അവരും ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടവുമാകും. യേശു പറഞ്ഞു, എൻ്റെ പിതാവാണ് എനിക്ക് ഈ ആടുകളെ തന്നത്. എൻ്റെ പിതാവ് വളരെ ശക്തനാണ്. ആ പിതാവിൻ്റെ ആടുകളെ എനിക്ക് തന്നു. അതുകൊണ്ട് ഈ ആടുകളെ ആർക്കും ചതിച്ച് പിടിക്കാൻ കഴിയില്ല. അവരെല്ലാം എനിക്ക് ദൈവം തന്ന ആടുകളാണ്. ഈ സത്യം അറിഞ്ഞ് ജീവിക്കുവാൻ ദൈവം കർത്താവ് കൃപ തരട്ടെ. ദൈവം സഭയിൽ തന്ന ഓരോ വ്യക്തികളും യേശുവിൻ്റെ സഭയുടെ ഏറ്റവും വിലപ്പെട്ടവരാണത്. പിതാവ് പിശാചിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി പുത്രന് കൊടുത്തതും പുത്രനത് ചില ഇടയന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ഓരോ ആത്മാക്കളും പിതാവിന് ഏറ്റവും വിലയേറിയവരാണ്. അങ്ങനെയാണ് നാം സംരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മെ തകർക്കാൻ ഒരു രോഗത്തിനോ ശാപത്തിനോ കഴിയില്ല. കാരണം പിതാവ് നമ്മെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് സ്നേഹ സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കിയ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ. ഈ ദൈവവചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവപ്രവർത്തികളെ
ഞാൻ കാണുന്നു, ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങളെ ഈ മക്കളുടെ മേൽ റിലീസ് ചെയ്യുന്നു. ഇവരുടെ മേലത് വരട്ടെ. കർത്താവിനെ അറിഞ്ഞ്, കർത്താവിനെ വിശ്വസിച്ച്, കർത്താവിനെ ആശ്രയിച്ച്, കർത്താവിന് വേണ്ടി സംസാരിച്ച്, കർത്താവിനെ പാടി പുകഴ്ത്തി ജീവിതം അനുഗ്രഹമാക്കാൻ ഇത് കേൾക്കുന്നവരുടെ മേൽ പ്രത്യേകം ബലവും കൃപയും ഉണ്ടാകണം. എല്ലാ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറണം. എല്ലാ ശാപബന്ധനങ്ങൾ പൊട്ടി മാറണം. അത്ഭുതങ്ങൾ കൊണ്ട് അങ്ങ് നിറയ്ക്കണം. എല്ലാറ്റിലും അങ്ങയുടെ നാമം ഉയർത്തണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വലിയവനായ കർത്താവിൻ്റെ കൈകളിൽ, ബലമുള്ള കൈക്കീഴെ എപ്പോഴും നമുക്ക് താണിരിക്കാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.